ഹായ് ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇന്ന് ചെറുതായിട്ടും വലുതായിട്ടൊക്കെ നമുക്ക് ഒരുങ്ങാം കേട്ടോ. ഈ ചുരിദാറാണ് കേട്ടോ ഇന്ന് ഞാൻ ഇടുന്നത്. ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ പോകുവാണ് ഗായ്സ്. ഞാനും എൻ്റെ കെ പി കുട്ടനും കൂടെ ആട്ടോ പോകുന്നത്. ഈ ചുരിദാർ ഞാൻ ഫാമിലിയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ആദ്യം എടുത്തപ്പോൾ വലിയ രസമൊന്നും ഇല്ല എന്ന് തോന്നിയ ഒരു ചുരിദാറാണെങ്കിലും ഇട്ട് വന്നപ്പോൾ വാവ് എന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ വാപ്പയും പറഞ്ഞ് എൻ്റെ കെ പി കുട്ടനും പറഞ്ഞിട്ട് നല്ലതുപോലെ ചേരുന്നത്. നാട്ടുകാരല്ല, എൻ്റെ വീട്ടുകാർ. എനിക്കത് മതി. എൻ്റെ കെ പി എൻ്റെ വാപ്പയും പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല ഗായ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് ചേരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. എൻ്റെ വാപ്പയും എൻ്റെ കെ പിയും പറഞ്ഞ് നല്ലതുപോലെ ചേരുന്നു എന്ന് പറഞ്ഞ്. ഇത് സ്ലീവ്ലെസ് അല്ല, ഇതിന് കൈയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൈ എടുത്ത് കളഞ്ഞ്. എനിക്ക് കൈ ഇഷ്ടമല്ല, എനിക്ക് കൈയിനോട് താല്പര്യമില്ല കേട്ടോ. കൈ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയല്ല, ഉടുപ്പിൻ്റെ കൈ കേട്ടോ. ചുരിദാറിൻ്റെ കൈ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് കൈ ഉള്ളത് നമുക്ക് ഇനി ഇടാലോ. അപ്പോൾ നമുക്ക് ഇപ്പം കുറച്ച് നാൾ ഇങ്ങനെയുള്ള മോഡേൺ ചുരിദാറൊക്കെ ഇട്ട് നടക്കാം കേട്ടോ. കൈയില്ലാത്തതിനോട് തന്നെയാണ് എനിക്ക് കമ്പം കേട്ടോ. അതിൻ്റെ വാപ്പ പറഞ്ഞു, കെ പി പറഞ്ഞു, എൻ്റെ ഗണിയണ്ണനും പറഞ്ഞു നല്ലതുപോലെ ചേരുന്നുണ്ട് കുട്ടാ, നീ ഇത് തന്നെ ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ വാപ്പയ്ക്ക് ഒരു ഇതുണ്ട്. എൻ്റെ വാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ ഈ കുഞ്ഞു ഫ്രോക്ക് ഇടുന്നത്, സ്ലീവ്ലെസ് ഉടുപ്പ് ഇടുന്നത്. അങ്ങനെ കുഞ്ഞു പിള്ളേർ കണക്ക് നടക്കുന്നതാണ് എൻ്റെ വാപ്പയ്ക്ക് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുപോലെ ഇടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നാട്ടുകാർ കുറേ തെണ്ടികളും ഒക്കെ എന്നെ കുറ്റം പറയുന്നുണ്ട്. പറയുന്നവരങ്ങനെ ഇടുന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അതെനിക്കൊരു വിഷയമേ അല്ല. അത് കഴിഞ്ഞ് ഞാൻ കണ്ണങ്ങ് എഴുതി കേട്ടോ. ഒരുങ്ങിയാലേ ഒരുങ്ങത്തില്ല. അതാണ് എൻ്റെ ഒരു അത്. അങ്ങനെ ഞാൻ കൺമശി നല്ലതുപോലെ എഴുതി. പണ്ടൊക്കെ ഞാൻ കണ്ണും മീൻ വാലിട്ട് എഴുതുന്നതൊക്കെ കണ്ണങ്ങ് വരച്ച് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നിനോടും താല്പര്യമില്ല. പിന്നെ ഇന്നങ്ങ് ഒരുങ്ങാൻ തോന്നി കേട്ടോ. കണ്ണ് നന്നായിട്ട് ഞാൻ എഴുതി. കണ്ണെഴുതി എന്നെ കാണാൻ ചുന്ദരിയാണോ ചുന്ദരി. പിന്നെ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ട് കേട്ടോ. ഞാൻ വലിയൊരു കമ്മലിട്ടപ്പോഴത്തെ ഇന്നൊരു ആഡംബരം പോലെ അല്ലേ, എനിക്കങ്ങോട്ട് ചേരാത്ത പോലെ തോന്നി കേട്ടോ. ചേർച്ചയില്ലേ ഗൈസ്? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ, കൊള്ളാമോ കൊള്ളത്തില്ലേ. എനിക്കൊരു ഭംഗിക്കുറവ് പോലെ തോന്നി കേട്ടോ. അമ്പലത്തിൽ ദാസാന്ന് നീ പോകുന്നു, ഇത്രയും മേക്കപ്പിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാലോ. പിന്നെ ഞാൻ കരുതുമോ വലിയ കമ്മൽ വേണ്ട. പിന്നെ ഇച്ചിരി നല്ല വെയിറ്റും ഉണ്ട്. നല്ല കമ്മലാട്ടോ, നല്ല ഭംഗിയുള്ള കമ്മലാണ്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുമ്പം ഇടാൻ നല്ലതാട്ടോ. പിന്നെ ഞാൻ കമ്മലങ്ങ് മാറ്റി. പിന്നെ എൻ്റെ ഞാൻ എന്നും ഇടുന്ന എൻ്റെ മുടുക്ക് കമ്മലും മാറ്റി ഞാൻ കുഞ്ഞു കമ്മലിട്ട് കേട്ടോ. എനിക്കത് തന്നെ കംഫർട്ടബിൾ. അത് കഴിഞ്ഞ് മാലയൊക്കെ ഇട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ കേട്ടോ. പിന്നെ ഞാൻ പോയി വിളക്കൊക്കെ വെച്ച്, നാരങ്ങ വിളക്ക് കേട്ടോ. ആറ്റുകാൽ അമ്പലത്തിലെ നേർച്ചയാണ് നാരങ്ങ വിളക്ക്. അടുത്ത വീഡിയോ ഇട്ട് കാണാൻ. ബൈ ബൈ, സീ യു. ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമേ.